ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരു ബട്ടർ ബൺ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് നെയ്യും അതുപോലെ തന്നെ പാൽപ്പൊടിയും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമൂലിൻ്റെ നെയ്യാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് അല്പം ഒഴിച്ചതിന് ശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐസ് കട്ടയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുകയാണ്. സംഭവം ഇത് ബട്ടർ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനുള്ളിൽ ക്രീം ബണ്ണിന് ഉള്ളിലുള്ള ഫില്ലിങ് ചെയ്യാനായിട്ടാണ് ഞാൻ ഈ ഒരു ബട്ടർ തയ്യാറാക്കിയെടുക്കുന്നത്. ബട്ടർ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. പഞ്ചസാരയും പാൽപ്പൊടിയിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ ചെയ്യാം. അപ്പോൾ ബട്ടർ എനിക്ക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ നെയ്യ് വെച്ചിട്ട് ബട്ടർ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ ഒരു 3-4 ഐസ് കട്ട നെയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഒന്നിൽ ബീറ്റർ വെച്ച് നമുക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ കൈ വെച്ച് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ റെഡിയാകുന്നുണ്ട്. വളരെ എളുപ്പം നമുക്കിത് കിട്ടും. ഒത്തിരി സമയമൊന്നും എടുക്കത്തില്ല. ഒരു 2-3 മിനിറ്റിൽ തന്നെ നമുക്കിതൊന്ന് റെഡിയായി കിട്ടും. അപ്പോൾ ഈ ബട്ടർ നല്ല രീതിയിൽ വരുന്നത് വരെ, തിക്കായിട്ട് ഈ ഒരു രീതിയിൽ വരുന്നത് വരെ നമ്മൾ ഐസ് കട്ട ഉപയോഗിക്കാം. ഐസ് കട്ട ഇനിയും ആവശ്യമാണെങ്കിൽ ഇത് കൂടെ 1-2 ഒക്കെ ഇട്ട് നമുക്ക് വീണ്ടും ഒന്ന് ചെയ്യാം. അപ്പോൾ നല്ലൊരു രീതിയിൽ നമുക്ക് ബട്ടർ കിട്ടുന്നുണ്ട്. അപ്പം ഇവിടെ അത് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് ബട്ടർ. അപ്പോൾ ഇതിനെ നമുക്ക് ഇട്ടുകൂടെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വെണ്ണയായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് പാൽപ്പൊടിയും അതുപോലെ തന്നെ പഞ്ചസാരയും കൂടെ 3 സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും നമുക്ക് ഉള്ളിലുള്ള ആ ഒരു ഫില്ലിങ് റെഡിയാകും. അപ്പോൾ ഞാൻ ഇതൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി ഫ്രിഡ്ജിലൊന്ന് വെച്ചതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ എടുത്തിട്ട് വാനില എസൻസും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചു. നമുക്ക് ഇതിനൊപ്പം തന്നെ വാനില എസൻസും കൂടെ വെച്ച് മിക്സ് ചെയ്ത് വെക്കാം. പക്ഷേ ഞാൻ ആ ഒരു കാര്യം വിട്ടുപോയി. ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് വാനില എസൻസിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ ഞാനൊരു 2-3 തുള്ളി വാനില എസൻസും കൂടി ഈ ഒരു മിക്സിൽ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. നമുക്ക് നെയ്യുടെ ആ ഒരു ഇത് വരാതിരിക്കാനാണ് വാനില എസൻസിൻ്റെ ആ ഒരു ഫ്ലേവർ ചേർക്കുന്നത്, രുചി വരാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് ബണ്ണ് ഉണ്ടാക്കുന്നതിനുള്ള തയ്യാറെടുപ്പിലോട്ട് പോവാം. ഇപ്പോൾ 1 കപ്പ് അല്ലെങ്കിൽ 1 ബൗള് പാല് ഞാൻ എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 സ്പൂണ് പഞ്ചസാരയും 3 അല്ലെങ്കിൽ ഒരു 3.5 സ്പൂണ് പഞ്ചസാരയും അതുപോലെ തന്നെ 1 സ്പൂണ് ഈസ്റ്റും ചേർക്കണം. അപ്പോൾ ഈസ്റ്റ് ചേർക്കുന്നതിൽ എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഈസ്റ്റ് 1 സ്പൂണ് ചേർക്കണം, 1 കപ്പ് പാലല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം കുറച്ച് ഈസ്റ്റ് ചേർത്തൊന്ന് മിക്സ് ചെയ്തു. പിന്നെ അതിന് ശേഷം വീണ്ടും ഞാൻ ഈസ്റ്റ് ശകലം കൂടി ചേർത്തു. അപ്പോൾ എന്തായാലും 1 സ്പൂണ് നമുക്ക് ഈസ്റ്റ് എന്തായാലും ചേർക്കുക. അപ്പോൾ ചേർത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂർ ശേഷം എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് പുളിച്ചതുപോലെ ഒന്നിരിക്കും. അപ്പോൾ ആ പരുവാകുമ്പോഴത്തേക്കുമാണ് നമുക്ക് മാവ് ചേർക്കേണ്ടത്. മൈദ മാവാണ് നമുക്ക് ചേർക്കേണ്ടത്, 1.5 കപ്പ് മൈദ മാവ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ 1 മുട്ടയും കൂടി ഉടച്ച് ചേർക്കുന്നുണ്ട്. 1 മുട്ട, 2 സ്പൂൺ സൺഫ്ലവർ ഓയിൽ, അതുപോലെ തന്നെ 1 സ്പൂൺ വാനില എസൻസ്. ഇത്രയും നന്നായിട്ടൊന്ന് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1.5 കപ്പ് നമുക്ക് മൈദ മാവും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം പാലിൽ പഞ്ചസാരയും ഈസ്റ്റും ചേർത്ത് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം അതിലേക്ക് 1 മുട്ടയും അതുപോലെ തന്നെ 2 സ്പൂൺ എണ്ണയും അതുപോലെ തന്നെ 1 സ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് 1.5 കപ്പ് മൈദ ചേർക്കുക. അപ്പോൾ മൈദ ചേർക്കുമ്പോൾ കുറച്ചായിട്ട് ചേർക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് 1 കപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ബാക്കി 1/2 കപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ബട്ടർ ബണ്ണ് ഉണ്ടാക്കാനുള്ള ആ ഒരു കൂട്ട് തയ്യാറായിട്ടുണ്ട്. നമുക്ക് ബണ്ണ് കുഴച്ച് പരുവത്തിൽ അങ്ങനെയും ചേർക്കാം. ഇത് ഞാൻ ഒഴിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഒരു മണിക്കൂറൊക്കെ വെച്ചതിന് ശേഷം ഞാൻ ഇതിങ്ങനെ ഒഴിച്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണയിലോട്ട് ഡയറക്റ്റായിട്ട് ഒരു ചെറിയൊരു തവിയാണ് വീഴ്ത്തുമ്പോഴത്തേക്കും അടിഭാഗം ഒന്ന് നന്നായിട്ട് മുരിഞ്ഞ് വരും. അപ്പോൾ നമ്മൾ വീട്ടിന് സൈഡിൽ നിന്നുള്ള എണ്ണയെല്ലാം മീത ഭാഗത്തേക്ക് ഒന്ന് വീഴ്ത്തി കൊടുക്കുക. ആ ചൂട് എണ്ണ വീഴ്ത്തി കൊടുക്കുക. അപ്പം താഴത്തെ ഭാഗം ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് നമുക്ക് അറിയാൻ പറ്റും. ആ സമയത്ത് ഒന്ന് തിരിച്ചിട്ടും കൂടെ മുരിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ബണ്ണ് ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ബണ്ണ് മാത്രമാണ് എനിക്കിങ്ങനെ കിട്ടിയിട്ടുള്ളത്. പിന്നെ ഉള്ളത് ബഹുവിശേഷമായിരുന്നു. ഈ ഒരു പരുവത്തിലായിരുന്നു, ചപ്പാത്തി പരുവത്തിലായിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ബട്ടർ ബണ്ണ് എന്തായാലും ആയില്ലെങ്കിലും ഒരു ബണ്ണ് എന്തായാലും ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഉള്ളിലെ ക്രീം
ക്രീം ഞാൻ ഇതിനെ ഒന്ന് നടുക്കൂടെ മാറ്റിയതിന് ശേഷം ഞാൻ അതിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബണ്ണിൻ്റെ കറക്റ്റ് പരുവം അല്ലാത്തത് കൊണ്ട് ക്രീമും കൂടെ ആയപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ മധുരം ഓവറായി. അപ്പം മധുരം അമിതമാകുമ്പോഴത്തേക്കും അത് ഒരു ടേസ്റ്റിനപ്പുറം ഒത്തിരി മധുരമായിരുന്നു ഭയങ്കരമായിട്ട് നിന്നിരുന്നത്. അതുപോലെ ക്രീമിന് ഒരു കണ്ടൻസ് മിൽക്കിൻ്റെ ആ ഒരു ടേസ്റ്റായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതിലൊന്നും ഇങ്ങനെ ചെയ്തില്ല, അല്ലാതെ തന്നെ കഴിക്കുകയായിരുന്നു. ബട്ടർ ബന്നായില്ലെങ്കിലും എന്തോ ഒരു ബന്നായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതായിരുന്നു ബട്ടർ ബന്നിൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ബൈ.